ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ ബീഫ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണിത്. കുറച്ച് സ്പൈസി ഒക്കെ ആയിട്ടുള്ള ഈ ഒരു ബീഫ് കറി നമുക്ക് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും. എല്ലാവരും ഇത് മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിന് തൊട്ടടുത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഇല്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം എനേബിൾ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പം ബീഫ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുളി പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെയല്ലേ തയ്യാറാക്കുന്നത്. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ഒരു നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും 2 പീസ് പട്ട അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. കുറച്ച് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് പേസ്റ്റ് ആക്കി എടുക്കുന്നതിലും കുറച്ച് ചതച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. പക്ഷെ ഈ ഒരു ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടുള്ളതാണ്. ചുവന്നുള്ളി ഏകദേശം ഞാൻ വലിയ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതൊരു 200 ഗ്രാമോളം ഉണ്ടാകും. അടുത്തതായിട്ട് ഇതിലേക്ക് വലിയ 3 സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം സവാളയും ചുവന്നുള്ളിയും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ വഴന്നു വന്നോളൂ. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിത് ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ സവാളയിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഒരു വലിയ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3-4 പച്ചമുളകും കൂടി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. ഇനി ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിപ്പോ ഒരു ഏകദേശം ഒരു 4 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിരിയൻ മുളകിന്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നിറം കിട്ടും. അതുപോലെ തന്നെ എരിവും കുറഞ്ഞിരിക്കും. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പം പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പം എരിവ് കൂടുതലാകും. ഇതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാകും. 1 കിലോ ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ മസാല എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അപ്പം മസാലയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ചാറ് വേണം എന്നുള്ളതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക.
അപ്പൊ ഞാനിവിടെ കാപ്പിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പൊ തിക്കായിട്ടുള്ള കറി ആയിരിക്കുമല്ലോ നല്ലത്. അപ്പൊ നമ്മളിത് വെന്തൊക്കെ വരുമ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നോളും. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണോളം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, ഗരം മസാല പൊടിച്ചത്. അപ്പൊ ഞാനിത് ഒരുപാടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഉപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടിയിലൊക്കെ ഒന്ന് പിടിച്ചു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളി നോക്കിയപ്പോൾ പുളി കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ നമുക്ക് ഇതുപോലെ ഉള്ള ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചതച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഇങ്ങനെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല കറിയുടെ, അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. ഷുവറായിട്ട് എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.